നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ്, അതായത് തിയോളജി. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനും മനുഷ്യന് തന്നെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവവുമാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ദൈവീക വെളിപാട് അല്ലെ ഡിവൈൻ റിവലേഷനെ കുറിച്ചുള്ള പഠനമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ദൈവശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ദൈവീക വെളിപാടുകളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. യേശുക്രിസ്തുവിലാണ് ദൈവീക വെളിപാടുകളുടെ പൂർത്തീകരണം നടക്കുന്നത്. ദൈവശാസ്ത്രത്തെ സൂചിപ്പിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്ന വാക്കാണ് തിയോളജി എന്ന വാക്ക്. ഈ വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് തിയോളജിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് തിയോളജി എന്ന വാക്ക് ഉണ്ടായത്. ഈ തിയോളജിയ എന്ന വാക്കിൽ രണ്ട് വാക്കുകൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന് തിയോസ്, രണ്ട് ലോഗോസ്. തിയോസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡിവൈൻ ആയിട്ടുള്ള, ദൈവീകമായിട്ടുള്ള എന്നും, ലോഗോസ് എന്ന് വെച്ചാൽ വേർഡ്സ് അല്ലെ വചനം, അല്ലെങ്കിൽ ദൈവീക വചനത്തെ കുറിച്ചുള്ള അല്ലെ ദൈവീക വെളിപാടുകളെ കുറിച്ചുള്ള പഠനം തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ നാം ദൈവശാസ്ത്രത്തിന്റെ ഒരു നിർവചനം നമുക്ക് ആവശ്യമാണ് ഇത് പഠിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ എന്താണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ പാശ്ചാത്യരായിട്ടുള്ള നിരവധി ദൈവിക അല്ലെങ്കിൽ ദൈവശാസ്ത്ര പണ്ഡിതര് പല നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്കിലും മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വീകാര്യം മലയാളത്തിൽ ഉള്ളതും അല്ലെങ്കിൽ ഒരു മലയാളിയായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനിൽ നിന്നും ലഭിക്കുന്ന ഒരു നിർവചനമാണ് നമുക്ക് ഏറ്റവും സ്വീകാര്യം. ഇന്ന് കേരളത്തിലെ ദൈവശാസ്ത്ര പണ്ഡിതരിലെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാലാ രൂപതയുടെ അഭിമന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വചന വ്യാഖ്യാനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ വളരെ വ്യക്തതയോടും കൃത്യതയോടും ആധികാരികതയോടും കൂടിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് ദൈവശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന പുസ്തകം. അതിൽ അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ആധികാരികമായി എന്താണ് ദൈവശാസ്ത്രം എന്ന് നിർവചിച്ചിരിക്കും. അത് മലയാളികളായ നമുക്ക് സ്വീകരിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണ്. അത് ഇപ്രകാരമാണ്: വിശ്വാസത്തിൽ നാം സ്വീകരിച്ചതും ഗ്രഹിച്ചതുമായ ദൈവിക വെളിപാടുകളെ കുറിച്ചുള്ള ബുദ്ധിപൂർവവും ക്രമാനുഗതവും ശാസ്ത്രീയവുമായ വിശകലനവും വിശദീകരണവുമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ, വിശ്വാസത്തിൽ നാം സ്വീകരിച്ചതും ഗ്രഹിച്ചതുമായ ദൈവീക വെളിപാടിനെ കുറിച്ചുള്ള ബുദ്ധിപൂർവകവും ക്രമാനുഗതവും സിസ്റ്റമാറ്റിക് ശാസ്ത്രീയവും സയന്റിഫിക് വിശദീകരണവും വിശകലനവുമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ ശക്തി പകരാൻ ആ വിശ്വാസത്തെ കുറിച്ചുള്ള പഠനം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രൈസ്തവ വിശ്വാസിയും അവന്റെ ജീവിത അവസാനം വരെ തുടരേണ്ട ഒരു പ്രക്രിയയാണ് ദൈവശാസ്ത്ര പഠനം എന്ന് പറയുന്നത്. കാരണം അവന്റെ വിശ്വാസം അത് ഊട്ടി ഉറപ്പിക്കേണ്ടത്, അതിൽ ബലപ്പെടേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാണ്. കാരണം അവൻ സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് തന്റെ വിശ്വാസത്തെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആ വിശ്വാസത്തില് ഉള്ള ഉറപ്പ്, കരുത്ത് അവനവന് തന്നെ ബോധ്യപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്കില്ലാത്തതൊന്ന് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ആ വിശ്വാസത്തിലുള്ള ദൃഢത, അതിലുള്ള അടിത്തറ ശക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ആ വിശ്വാസത്തിന്
കരുത്തുള്ളവരായി നാം മാറാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ ദൈവശാസ്ത്ര പഠനം. അങ്ങനെ കരുത്തരായി മാറിയാൽ മാത്രമേ നമ്മുടെ വിശ്വാസം നമുക്ക് അടുത്ത തലമുറയിലേക്ക് നമ്മളെ മാതൃകയാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്ര പഠനം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഓരോ വ്യക്തിക്കും, ഓരോ അൽമായനും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പഠിക്കേണ്ടത്. കാരണം അത്രയേറെ വെല്ലുവിളികൾ ഇന്ന് വിശ്വാസത്തിന്റെ മേഖലയിൽ വളരെയധികം ചോദ്യങ്ങളും വളരെയധികം വിമർശനങ്ങളും ഒക്കെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ആ വിമർശനങ്ങളെയൊക്കെ ശരിയായ മാർഗത്തിൽ കാണുവാനും ശരിയായ ബോധ്യത്തിലേക്ക് ആളുകളെ നയിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ആദ്യം അത്തരത്തിലുള്ള ബോധ്യത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ശരിയായ ബോധ്യത്തിലേക്ക്, ശരിയായ അറിവിലേക്ക് നാം എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലേക്ക് നമ്മുടെ അറിവിന്റെ ശരിയായ തലത്തിലേക്ക്, വിശ്വാസത്തിന്റെ ശരിയായ തലത്തിലേക്ക് നമ്മെ നയിക്കാൻ ഉതകുന്നതാണ് ഈ ദൈവശാസ്ത്ര പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്ര പഠനം ഇന്ന് പുരോഹിതന്മാരുടെ ഇടയിൽ മാത്രമല്ല, അൽമാരുടെ ഇടയിലേക്കും അത് ഇറങ്ങി വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് മുൻകൂട്ടി കണ്ട് അറിഞ്ഞ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് കല്ലറങ്ങാട്ട് പിതാവ് പാലായിലെ രൂപതയിലെ അൽമായരായിട്ടുള്ള ആളുകൾക്ക് പഠിക്കുവാനുള്ള അവസരം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗ്യം സിദ്ധിച്ച അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇന്ന് നിങ്ങളോടിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് തിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത് ആണ് നിങ്ങളോടിന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി, തത്വചിന്തയ്ക്കൊരു ആമുഖം എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്, അതേ ക്ലാസ് ഞാൻ കേട്ടത് ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് ഞാറക്കുന്നേൽ അച്ഛൻ എടുത്ത ക്ലാസ്സാണ്. അദ്ദേഹം വളരെ വ്യക്തമായും അതുപോലെ തന്നെ മണിക്കൂറുകളോളം എടുത്ത് ഏകദേശം 2 സെഷനിലായി 8 മണിക്കൂറുകൾ നീളുന്ന ഒരു സെഷനിലൂടെ എടുത്ത ക്ലാസ്, വളരെ മനോഹരമായ ആ ക്ലാസ് എന്നെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ ഇടവകയിൽ അംഗമായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ക്ലാസ്സിൽ അയക്കാൻ കഴിഞ്ഞതും അദ്ദേഹം തന്ന നോട്ട്, വളരെ കൃത്യമായ നോട്ടുകളൊക്കെ തന്നു. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ നോട്ടുകളെയൊക്കെ ആധാരമാക്കിയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ ഓർക്കും. ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി അല്ലെങ്കിൽ തത്വചിന്തയ്ക്കൊരാമുഖം എന്നത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. അപ്പോൾ പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ അതിനെ ഒരു 6 മേഖലകളായി തിരിക്കുകയാണ്. ഒന്ന്, മനുഷ്യൻ ഒരു സമീക്ഷ. മനുഷ്യൻ സ്വയം അവന്റെ ജീവിതത്തിൽ അവനെക്കുറിച്ച് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. 2, തത്വചിന്തകൻ ഉണ്ടായിരിക്കേണ്ട മാനസിക ഭാവങ്ങൾ. ഏതൊരു നല്ല തത്വചിന്തകനെ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നു. അടുത്ത 3ാമത്തെ ഭാഗം, തത്വചിന്തയുടെ നിർവചനം. എന്താണ് ഫിലോസഫി എന്നതിനെ കുറിച്ച് നിരവധിയായ നിർവചനങ്ങളുണ്ട്. നമുക്ക് സ്വീകാര്യമായ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇവയെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. വിവിധ ജീവിത ദർശനങ്ങൾ, ലോകത്തിലെ ഒട്ടേറെ സ്വാധീനിച്ചിട്ടുള്ള നിരവധി ദർശനങ്ങൾ ലോകങ്ങളിലുണ്ട്. അവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. തത്വചിന്തയുടെ വിവിധ മേഖലകൾ എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നു. അവസാനം ഉപസംഹാരം, കൺക്ലൂഷൻ. ഇങ്ങനെ 6 മേഖലകളായി നമ്മൾ ഈ പഠനത്തെ നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ മേഖലകളെ കുറിച്ച് നമ്മൾ പ്രമാണികതമായി ചർച്ച ചെയ്യുക. മനുഷ്യൻ ഒരു സമീക്ഷ, അല്ലെങ്കിൽ മനുഷ്യൻ അവൻ സ്വയം ഒരു അന്വേഷകനാണ്. മാൻ ഈസ് ഇൻ സെർച്ച് ഓഫ് ഹിസ് ഓൺ ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. അവൻ സ്വന്തം ഐഡന്റിറ്റിയെ അവൻ ജനനം മുതൽ മരണം വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാനുള്ള പരിശ്രമമാണ്. താൻ ആരാണ് എന്ന് തിരിച്ചറിയാനാണ് പരിശ്രമം. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന 3 ചോദ്യങ്ങളുണ്ട്, കോമൺ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ. ഒന്ന്,
ഞാൻ എവിടെ നിന്ന് വരുന്നു? പൂർണ്ണമായ ഉത്തരം കിട്ടുന്നില്ല. ഞാൻ എവിടേക്ക് പോകുന്നു? ഞാൻ ആരാ? ഈ 3 ചോദ്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ മനസ്സിൽ വരുന്ന ഉത്തരം അവരുടെ മാതാപിതാക്കളിലൂടെയോ അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നവരിൽ നിന്നോ ഒക്കെ കേട്ട മറുപടികളാണ് അവരുടെ മനസ്സിൽ അതിന് ലഭിക്കുന്നത്. അവര് സ്വയം അന്വേഷിച്ച് ബോധ്യപ്പെട്ട മറുപടികൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ എപ്പോഴും ആ ചോദ്യങ്ങൾ നിലനിൽക്കും. അത് അവൻ സ്വയം അന്വേഷിച്ച് അതിന് ഉത്തരം കണ്ടെത്തുന്നത് വരെ ആ ചോദ്യം അവനിൽ അവശേഷിക്കും. അപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള മാർഗം എന്നുള്ളത് അവനെ ഒരു ഫിലോസഫറാക്കി മാറ്റും. അല്ലെങ്കിൽ ഫിലോസഫിയാണ് അതിനുള്ള വഴി, അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഫിലോസഫറെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പുരാതന കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തത്വചിന്തകനായ യേശുക്രിസ്തുവിന് മുമ്പുള്ള തത്വചിന്തകനായ സോക്രട്ടീസ് പറഞ്ഞു, മനുഷ്യ, നീ നിന്നെ തന്നെ സ്വയം അറിയുക, അതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയും. അന്നത്തെ ആ കാലഘട്ടത്തിലെ അല്ലെ സോക്രട്ടീസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മനുഷ്യ, നീ സ്വയം അറിയുക എന്നാണ്. അപ്പൊ അദ്ദേഹം പരസ്പരം ആ സ്വയം അറിയുന്നതിനോടൊപ്പം സ്വന്തം കുറവുകളെ പറ്റിയും അജ്ഞതയെ പറ്റിയുള്ള ബോധ്യവും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയാവുന്ന ഏക ഒരു കാര്യം എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ അറിവിന്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം. നമ്മൾ എത്രത്തോളം ജ്ഞാനിയാകാൻ ശ്രമിച്ചാലും നാം തിരിച്ചറിയുന്ന വസ്തുത നമ്മുടെ അജ്ഞതയുടെ ആഴം എത്രത്തോളം വലുതാണ് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം അല്ലെങ്കിൽ പഠനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന യഥാർത്ഥമായ അറിവ്. അങ്ങനെ നമ്മൾ സ്വയം ചെറുതാകുവാനും നമ്മുടെ ഈഗോ കുറയ്ക്കാനും നമ്മുടെ മറ്റുള്ള വിനയാന്വിതരാകുവാനും നമുക്ക് സാധിക്കും. അതാണ് അറിവ് നേടുന്നതിലൂടെ ലഭിക്കുന്ന വലിയ നേട്ടം എന്ന് പറയുന്നത്. സ്വയം ചെറുതാകാൻ പഠിക്കും. അതാണ് ഒരാളുടെ വലിപ്പം എന്ന് പറയുന്നത്. അയാൾക്ക് എത്രത്തോളം ചെറുതാകാൻ കഴിയും എന്നുള്ളതാണ് ഒരാളുടെ വലിപ്പത്തെ നിർണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം തത്വചിന്തകന്മാര് നമുക്ക് അതിന് സോക്രട്ടീസിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യ അരിസ്റ്റോട്ടില്, പ്ലേറ്റോയിൽ തുടങ്ങിയ നിരവധി തത്വചിന്തകര് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരിലൂടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സന്ദേശം അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യവും അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള മനുഷ്യന്റെ പരിശ്രമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തില് മനുഷ്യ ദർശനങ്ങളുടെ ഒരു അവസാനം എന്ന് പറയുന്നത്, പൂർത്തീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് ചെന്നെത്തുന്നത്. ക്രിസ്തുവിലാണ് എല്ലാ ദർശനങ്ങളുടെയും പൂർത്തീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. മനുഷ്യത്വത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ക്രിസ്തുവിലാണ് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ മുഖത്താണ് യഥാർത്ഥ മനുഷ്യത്വം അല്ലെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു മനുഷ്യൻ എത്രത്തോളം ചെറുതാകാൻ കഴിയും എന്ന് പറയുന്നതിന് ഉത്തമമായ ദൃഷ്ടാന്തം നമുക്ക് യേശുക്രിസ്തുവിൽ കാണാം. എത്രത്തോളം ഉന്നതനായിരിക്കുന്നുവോ അത്രത്തോളം ചെറുതാകാനായിരിക്കും. എല്ലാം ആയിരിക്കുമ്പോഴും ഒന്നുമല്ലാതാകാവുന്ന അവസ്ഥ. അതാണ് യഥാർത്ഥ മനുഷ്യന്റെ അവസ്ഥ. എല്ലാം ആയിരിക്കുമ്പോഴും ഒന്നുമല്ലാതിരിക്കുന്ന അവസ്ഥ. അതാണ് യേശുക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. സ്വയം ശൂന്യവൽക്കരിക്കുന്ന ആ മനോഭാവം, സ്വയം ചെറുതായി ഒന്നുമല്ലാതായി മാറുകയും അതേസമയം എല്ലാമായിത്തീരുകയും ചെയ്യുന്ന, അതാണ് യഥാർത്ഥമായ ദർശനം അല്ലെങ്കിൽ എല്ലാ ഫിലോസഫിയുടെയും ചെന്നെത്തുന്ന പൂർണ്ണത എന്ന് പറയുന്നത് ആ ഒരു ക്രൈസ്തവ ദർശനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ജോൺ പോൾ രണ്ടാമൻ തന്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്നു, കുരിശാകുന്ന ബോധിവൃക്ഷ ചൂട്ടിലാണ് മനുഷ്യൻ ജീവിതത്തിന്റെ തനിമയും അർത്ഥവും കണ്ടെത്തുന്നത്. നമ്മൾ ബുദ്ധനെ പറ്റി പറയുന്നു, ബോധിവൃക്ഷ ചൂട്ടിലാണ് തന്റെ മുക്തി അല്ലെങ്കിൽ മോക്ഷം കണ്ടെത്തിയത് അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തിയത്. അപ്പോൾ യഥാർത്ഥത്തില് ആധുനിക കാലഘട്ടത്തില് മനുഷ്യന്റെ
ബോധിവൃക്ഷ ചുവട് എന്ന് പറയുന്നത് കുരിശിന്റെ ആ ചുവട് തന്നെയാണ്. അതിന്റെ ചുവട്ടിലാകുമ്പോൾ നമ്മുടെ ബോധം അല്ലെങ്കിൽ ശരിയായ ബോധ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു തത്വചിന്തകൻ ഉണ്ടായിരിക്കേണ്ട മാനസിക ഭാവം എന്താണ്, അതായത് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ഫിലോസഫർ. ഒരു ഫിലോസഫർ, തത്വചിന്തകൻ ഉണ്ടായിരിക്കേണ്ട മാനസിക ഭാവം എന്താണ്? നമ്മൾ പൊതുവെ ആളുകളുടെ ചിന്ത മാനസിക ഒരു ഫിലോസഫർ എന്ന് വെച്ചാൽ എങ്ങനെയിരിക്കും, താടിയൊക്കെ നീട്ടി വലിയ ബുദ്ധിജീവിയെ പോലെ മുടിയൊക്കെ നീട്ടി അങ്ങനെ ഒരു സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുകയും മറ്റുള്ളവരുമായിട്ടൊന്നും ഇടപെടാതെ ചിരിക്കുകയൊന്നും ചെയ്യാത്ത ഒരാൾ എന്ന രീതിയാണ് സാധാരണ ഗതിയിലുള്ള ആളുകളുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം. ആരാണ് ഫിലോസഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, സാധാരണക്കാരായ ഒരാളുകളുടെ കാഴ്ചപ്പാടാണ് ഞാൻ. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ഫിലോസഫർ ആരായിരിക്കും എന്നുള്ളതിനെ പറ്റി അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഒരു തത്വചിന്തകൻ ശിശുവിനെ പോലെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു തത്വചിന്തകൻ ശിശുവിനെ പോലെ ആയിരിക്കണം. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? ശിശുക്കളുടെ പ്രത്യേകത ബൈബിളിൽ തന്നെ പറയുന്നത് യേശുക്രിസ്തു സ്വർഗരാജ്യം ശിശുക്കളെ പോലെയുള്ളവർക്കാണ്. കാരണം എന്താണ്? അവരുടെ പ്രത്യേകത, ശിശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കണ്ണുകളിലുള്ള ജിജ്ഞാസ. എന്തിനേയും കാണാനും സ്വീകരിക്കുവാനും അതിൽ അത്ഭുതപ്പെടുവാനുമുള്ള കഴിവ്, അതാണ് ശിശുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു ജിജ്ഞാസ ഉണ്ടെങ്കിലേ മാത്രമേ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കൂ. എന്തിനേയും ആജ്ഞയെയും പുച്ഛത്തോടെയും കാണുന്ന ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഒരു ശിശുവിന്റെ മനോഭാവത്തോടുകൂടി, അവന് ഈഗോ കുറവാണ്, എല്ലാത്തിനെയും വളരെ സർപ്രൈസോടുകൂടി അത്ഭുതത്തോടുകൂടി കാണാനായിട്ട് അവന് സാധിക്കും. അപ്പൊ അവന് കാര്യങ്ങൾ വളരെ ഗ്രഹിക്കാനുള്ള താല്പര്യം അവനിലുണ്ട്. ആ ഒരു താല്പര്യം, ജിജ്ഞാസയാണ് യഥാർത്ഥത്തിൽ ഒരു ഫിലോസഫർക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ആ ശിശുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ജിജ്ഞാസ അവനിലുണ്ടായിരുന്നു. അപ്പോൾ ശിശുക്കളുടെ പറയുമ്പോൾ അവൻ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല. പക്ഷെ ഒരു ഫിലോസഫർക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള വളർച്ച ഉണ്ടാവും. അതോടൊപ്പം തന്നെ ശിശുവിന്റെ ആ ജിജ്ഞാസ മനോഭാവം, അത് അവന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം എന്നാണ്. അതായത് രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഉണ്ടാകണം; രണ്ട്, എബിലിറ്റി ടു സർപ്രൈസ്. ഫിലോസഫർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ഒരു സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ അതിന് 3 വ്യത്യസ്തമായ ഭാവങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥമായ ഫിലോസഫറിന്റെ തലത്തിലേക്ക് വരിക. ഒന്ന്, മുനിയുടെ ധ്യാനം. മുനിയുടെ ധ്യാനം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുനിമാരെ പറ്റി നമ്മുടെ സങ്കല്പം എന്താണ്? അവര് മറ്റ് ലൗകിക കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഈശ്വരനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ് മുനിമാർ. അപ്പൊ ആ മുനിയുടെ ധ്യാനം, ശ്രദ്ധ, അത് നമ്മളുണ്ടാകണം. രണ്ട്, കവിയുടെ ഭാവന. കവികള് സാധാരണ രീതിയിൽ കാണുന്ന പോലെയല്ല ഈ ലോകത്തെ കാണുന്നത്. അല്ലെങ്കിൽ കവികൾ മഴയെ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയെ കാണുമ്പോൾ, ആകാശത്തെ കാണുമ്പോൾ, ഭൂമിയെ കാണുമ്പോഴൊക്കെ അവർക്ക് അവരുടേതായ തലങ്ങളിൽ അവരുടെ സൗന്ദര്യത്തെ, സാധാരണ ആളുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ സൗന്ദര്യത്തെ അവർക്ക് തിരിച്ചറിയാനും ആസ്വദിക്കുവാനും സാധിക്കും. അപ്പൊ അത് കവിയുടെ ഭാവനയും, അതുപോലെ തന്നെ ശിശുവിന്റെ നിഷ്കളങ്കതയും. അതായത് ശിശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ജിജ്ഞാസയാണ്. എന്തിനേയും അത്ഭുതപ്പെടുവാനുള്ള കഴിവ്, അത്ഭുതങ്ങൾ കാണുമ്പോൾ അതിനെ ആഹ്ലാദിക്കുവാനുള്ള കഴിവ്. അപ്പൊ അത്ര ഈ 3 കാര്യങ്ങൾ ചേർന്ന് ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ നമുക്ക് എല്ലായിടത്തും ദൈവത്തിന്റെ വൈഭവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമുക്കിങ്ങനെ പറയാതെ മുനിയുടെ ധ്യാനവും കവിയുടെ ഭാവനയും ശിശുവിന്റെ നിഷ്കളങ്കതയും ചേർന്ന് ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ ചുറ്റും ദൈവത്തിന്റെ വൈഭവം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന്. അല്ലെ, നമ്മളെ പാട്ടുകളിലൊക്കെ ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ കാണാം, ഞാൻ അവിടെ തിരഞ്ഞു, ഇവിടെ തിരഞ്ഞു, ആകാശത്ത് തിരഞ്ഞു, ശൂന്യാകാശത്ത് തിരഞ്ഞു, അമ്പലങ്ങളിൽ തിരഞ്ഞു, പള്ളികളിൽ തിരഞ്ഞു, അവിടെയൊന്നും എനിക്ക് ദൈവത്തെ കാണാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ കാണാം. ഇതൊക്കെ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ എപ്പോഴും പറയുന്ന വാക്കുകളാണ്. അപ്പോൾ അവിടെ കാണുന്ന പ്രശ്നം അവരുടെ കാഴ്ചപ്പാടിലുള്ള അപാകത കൊണ്ടാണ് അവർക്ക് ഈ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോയത്. അപ്പോ യഥാർത്ഥത്തില്
നമുക്ക് ദൈവത്തെ അല്ലെ അത്ഭുതം കാണാനായിട്ട് നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ഭുതത്തിന് വേണ്ടി പരക്കം പായുകയാണ് ആളുകൾ. എവിടെ അത്ഭുതം നടക്കുന്നു അവിടെ പോവുകയാണ്. പക്ഷെ നമ്മുടെ കണ്ണ് ചുറ്റും ഒന്ന് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റും ഈ പ്രപഞ്ചത്തിൽ എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ദൈവത്തിന്റെ കരവിരുതിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, ഓരോ ദിവസവും നടക്കുന്ന അത്ഭുതങ്ങൾ എത്രയാണ്. അതിൽ അത്ഭുതം കൂടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ ഭൂമി കറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ എന്തൊരു അത്ഭുതമാണത്. ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമതിക്കുകയും എന്ത് വലിയ അത്ഭുതമാണത്. ആകാശത്ത് നക്ഷത്രങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ചന്ദ്രന് നിലാവ് പൊഴിക്കുന്നു. ഇതൊക്കെ എത്ര വലിയ അത്ഭുതമാണത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഈ സൂര്യൻ ഉദിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നല്ലൊരു ദിനം നൽകുവാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്രൻ എന്തിനാണ് ഉദിക്കുന്നത്? നിങ്ങൾക്ക് നല്ല നിലാവ് നൽകാനും നല്ലൊരു രാത്രി നൽകുവാൻ വേണ്ടി. അതുപോലെ തന്നെ എന്തിനാണ് ഭൂമി കറങ്ങുന്നത്? നിങ്ങൾക്കൊരു നല്ലൊരു ദിനം നൽകുവാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ദിനം നിങ്ങൾക്ക്, അല്ലെങ്കിൽ രാത്രി എന്തിനാ വരുന്നത്? നിങ്ങളുടെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ പക്ഷികളും മൃഗങ്ങളും അല്ലെങ്കിൽ സസ്യങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് പഴങ്ങളും ധാന്യങ്ങളും ഭക്ഷണവും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചതാണ് എന്ന രീതിയിൽ കാണാൻ സാധിച്ചാൽ എല്ലാം ദൈവം നമുക്ക് വേണ്ടി ആ ഓരോ ദൈവികമായ രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ അത് വേണമെങ്കിൽ, അത്തരത്തിലൊരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരണമെങ്കിൽ വേണ്ടത് എന്തൊക്കെയാണ്? മുനിയുടെ ധ്യാനവും കവിയുടെ ഭാവനയും ശിശുവിന്റെ ജിജ്ഞാസയും കൂടിച്ചേരുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ചുറ്റും, നമ്മുടെ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക വൈഭവം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ ഈ പ്രപഞ്ചമാകുന്ന വചനഗ്രന്ഥവും അതുപോലെ തന്നെ നമ്മുടെ ബൈബിളാകുന്ന വചനഗ്രന്ഥവും എഴുതിയത് ഒരാൾ തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളിനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും